നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കുഞ്ഞുറുമ്പിനെ അത്ര നിസാരമായി കാണേണ്ട. ഉറുമ്പിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് കണ്ണൂരിൽ. ഉറുമ്പിനായി ഒരു പ്രത്യേക ക്ഷേത്രം, ഉറുമ്പച്ചൻ കോട്ടം. ഉറുമ്പിനെ ആരാധിക്കുന്ന ക്ഷേത്രമാണ് ഉറുമ്പച്ചൻ കോട്ടം അഥവാ ഉറുമ്പച്ചൻ ഗുരുസ്ഥാനം. ഒരു ക്ഷേത്രത്തിൻ്റെ രൂപഭാവങ്ങളൊന്നുമില്ല ഈ ക്ഷേത്രത്തിന്, പക്ഷേ മുടങ്ങാതെ പൂജയുണ്ട്. ഉയർത്തിക്കെട്ടിയ ഒരു തറ മാത്രമാണ് ക്ഷേത്രം, പിന്നെ വിളക്കുതറയും. കണ്ണൂർ ജില്ലയിൽ തോട്ടട എന്ന സ്ഥലത്തു നിന്നും കിഴുന്നാപ്പാറയിലേക്കുള്ള റോഡിൽ കുറ്റിക്കകം എന്നിടത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉദയമംഗലം ഗണപതി ക്ഷേത്രം പണിയാൻ ഇവിടെ കുറ്റിയടിച്ചിരുന്നു. അടുത്ത ദിവസം കുറ്റിയുടെ സ്ഥാനത്ത് ഉറുമ്പിൻ കൂട് കണ്ടു. ക്ഷേത്രത്തിനായി അടിച്ച കുറ്റിയെ കുറച്ചു ദൂരെ മാറിക്കാണിക്കുകയും ചെയ്തു. കുറ്റി കണ്ടെത്തിയ പുതിയ സ്ഥലത്ത് ഗണപതി ക്ഷേത്രം പണിയുകയും ആദ്യം കുറ്റി വച്ചെടുത്ത് തറ അല്പം ഉയർത്തിക്കെട്ടി ഉറുമ്പിന് പൂജ തുടങ്ങുകയും ചെയ്തു. ഉയർത്തിക്കെട്ടിയ ഈ തറയാണ് ഉറുമ്പച്ചൻ കോട്ടം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഉദയമംഗലം ക്ഷേത്രത്തിൽ പൂജ നടക്കുമ്പോൾ എല്ലാ മാസവും ആദ്യം നിവേദ്യം നൽകുന്നത് ഉറുമ്പുകൾക്കാണ്. ഉറുമ്പച്ചൻ കോട്ടയിൽ പൂജ ചെയ്ത ശേഷമാണ് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത്. സുബ്രഹ്മണ്യന്റെ ചൈതന്യം ഇവിടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ദിവസവും വിളക്ക് വയ്ക്കുന്നുണ്ട്. വിശ്വാസികൾ കൊണ്ടുവരുന്ന നാളികേരമുടച്ച് വെള്ളം തറയിൽ ഒഴിക്കുന്നതാണ് വഴിപാട്. ഇങ്ങനെ ചെയ്താൽ വീടുകളിൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ശബരിമല സീസണിൽ നിരവധി അയ്യപ്പ ഭക്തർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്താറുണ്ട്. കൂടാതെ വീടുകളിൽ ഉറുമ്പിന്റെ ശല്യമുണ്ടായാൽ പരിഹരിക്കാൻ നാട്ടുകാർ ഉറുമ്പച്ചൻ കോട്ടത്തിലെത്തും. ഭക്തർ സമർപ്പിക്കുന്ന നാളികേരം പൂജാരിയാണ് ഉടയ്ക്കുക. നാളികേരത്തിനുള്ളിലെ വെള്ളം ക്ഷേത്രത്തിലെ തറയിലൊഴിക്കുകയും ചെയ്യും. ഉറുമ്പച്ചൻ കോട്ടത്തിലെ ഉറുമ്പ് വിശേഷങ്ങൾ കേട്ടറിഞ്ഞ് ദിവസേന നിരവധി പേരാണ് ഇവിടെ എത്താറുള്ളത്.